ഇതിൽ കൂടി ഞാൻ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എൽജിഎസിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ തൊഴിൽ വേദിക്കകത്ത് എല്ലാവരും വായിച്ചു കാണുമായിരിക്കും. യൂണിവേഴ്സിറ്റി എൽജിഎസ് സാധ്യത പട്ടിക വൈകുമെന്ന് വാർത്തയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞപ്പോൾ ആർക്കും ഒരു വിശ്വാസമില്ലായിരുന്നു. എല്ലാവരും നെഗറ്റീവ് കമന്റുകളായിരുന്നു. അത് ചുമ്മാതെ വിളിച്ച് പറയാ, എന്തെങ്കിലും വന്നിരുന്ന് പറഞ്ഞാൽ മതിയോ, എന്താണ് കേസെന്ന് അറിയാതെ ചുമ്മാ വിളിച്ച് പറയല്ലേ എന്നൊക്കെ. പക്ഷെ ഇന്നാണ് തൊഴിൽ വേദിക്കകത്ത് വന്നിട്ടുണ്ട്. അവരും ചുമ്മാ വിളിച്ച് പറയാണോ? ഇപ്പം അവരും ചുമ്മാ വിളിച്ച് പറയല്ലോ. ഒത്തിരി പേര് എനിക്ക് നെഗറ്റീവ് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചുമ്മാ പറയാണെന്ന്. ഞാനും ഈ യൂണിവേഴ്സിറ്റി എൽജിഎസ് എക്സാം എഴുതിയിട്ട് ഞാനും നിൽക്കുകയാണ്. ഞാനും പഠിച്ചെഴുതിയാണ്. ഞാനും ഈ സാധ്യത പട്ടിക വരാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങളെ കൂട്ട് തന്നെ ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഈ പല പേരുടെയും കമന്റ് എന്റെ കഴിഞ്ഞ വീഡിയോകളിലെ കമന്റ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഞാൻ ചുമ്മാ പറയാണ്, പാർട്ടി നാടകമാണ്, മറ്റേതാ മറിച്ചതാന്നും പറഞ്ഞ് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നത്തെ തൊഴിൽ വീതി വാർത്തക്കകത്തും കിടക്കുന്ന സാധ്യത പട്ടിക വഴികുവന്ന്. എന്തൊക്കെയാലും വരട്ടെ, വരുന്നിടം വരെ കാത്തിരിക്കാം. ആരും എല്ലാവരും വിഷമിച്ച് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയിട്ട് ഈ മെയ് ലാസ്റ്റോടെ വരുമെന്ന് പറഞ്ഞാണ് ഈ ഷോർട്ട് ലിസ്റ്റ്. അപ്പം എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ പറയുകയാണ്, ഈ ഡിഗ്രിക്കാർ കൊണ്ട് കേസ് കൊടുത്തതാണെന്നാണ്. ഇതിനകത്ത് ബിരുദധാരികളെന്നാണ് ഇന്നത് പറഞ്ഞേക്കുന്നത്, വാർത്തക്കകത്ത് പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ ഈ പ്രാവശ്യത്തെ തൊഴിൽവീതി ആര് വായിച്ചു നോക്കിയാലും അതിനകത്തുണ്ട് യൂണിവേഴ്സിറ്റി എൽജിഎസ് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന്. അതിനകത്ത് എഴുതിയപ്പോൾ ഉണ്ട്. കേസ് പരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് ഇല്ല. പക്ഷേ കേസ് ഉള്ളത് കാരണം ലിസ്റ്റ് വൈകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇന്നലെ PSC പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയപ്പോ അവര് പറഞ്ഞത് കേസുണ്ട്, പക്ഷേ വൈകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ചിലപ്പം 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അവർ വിട്ടുവിട്ടൊന്നും പറയുന്നില്ല, എന്താണ് കാരണം എന്നൊന്നും അവർ വിട്ടുവിട്ട് പറയുന്നില്ല. അവർക്ക് അങ്ങനെയുള്ള റൂൾസ് ഇല്ല പറയാനുള്ള. കാരണം നമ്മൾ വിചാരിക്കുക അവിടെ കോളിങ്ങിൽ ഇരിക്കുന്നവരൊക്കെ എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നു. പക്ഷെ അല്ല, ഇത് ഉള്ളിലുള്ള ആൾക്കാരാണ് ഇതിന്റെ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്കിപ്പം അവര് പറയുന്ന കൊടുക്കുന്നതിന്റെ അറിവേ ഈ ഇരിക്കുന്നവർക്ക് ലാസ്റ്റ് ഗ്രേഡിന് അറിയത്തുള്ളൂ. അവര് ലാസ്റ്റ് ഗ്രേഡാണ്. അപ്പൊ അവർക്ക് ഇവര് പറയുന്നതിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അവർ കേസ് എന്താണെന്നോ ഡീറ്റെയിൽസ് എന്താണെന്നോ ഇരിക്കുന്നവർക്ക് അവർക്കൊരു കുന്തവും അറിയില്ല. പിന്നെ അറിയാന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിന്റെ വർക്കുകൾ ചെയ്യുന്ന പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്ന അവർക്ക് അറിയാം എന്താ കാരണമെന്ന്. അവര് പുറത്തോട്ട് വിടത്തുമില്ല ഇതിനെപ്പറ്റി. കാരണം ഇതിനെതിരെ ഇനി പ്രതിഷേധം ഉണ്ടാവും, മറിച്ച് വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും എന്തൊക്കെയായാലും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും കിട്ടാനും ഉടനെ ഈ ഷോർട്ട് ലിസ്റ്റ് വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അതേ നമുക്കിട്ട് പറയാനുള്ളത്.